എല്ലാവർക്കും മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും നല്ല സാമ്പാറുമാണ്. ഉള്ളി സാമ്പാറാണിത്. ഉള്ളിയും തക്കാളിയും മാത്രം ഇട്ട് പരിപ്പും ഉള്ളി തക്കാളി സാമ്പാർ മുളക് ഇത്രയായിട്ടുള്ള സാമ്പാറാണ്. ഇതാണ് സാമ്പാർ മുളക്. ഇത് ഇവിടെ അങ്ങ് കിട്ടത്തില്ല. ഞാനിവിടെ ലൂലു മാളിൽ നിന്നാണ് കിട്ടിയത്. ഈ ചൂട് ദോശയും ചൂട് സാമ്പാർ അതിൻ്റെ കൂടെ ഈ മിക്സർ കോമ്പിനേഷൻ എത്ര പേർക്ക് ഇഷ്ടമാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൊഞ്ച് വറുക്കാനുള്ള അരപ്പ് ഇടാം. അതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ അടുത്ത കുരുമുളക് പൊടി, ഉപ്പ്, ഒരു സ്പൂൺ അരിപ്പൊടിയുടെ ഞാൻ ചേർക്കും. അന്നേരം നല്ല ഒരു ക്രിസ്പി ആയിട്ടിരിക്കും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും കായലിലെ കൊഞ്ചിന് ഞാൻ ചേർക്കത്തില്ല. അരപ്പ് വരട്ടി നമുക്കൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ചൂട കിട്ടിയിട്ടുണ്ട്. അത് തോരൻ വയ്ക്കാനായിട്ടാണ്. ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉള്ളി, പിന്നെ ഉലുവയുടെ പൊടി എൻ്റെ കയ്യിൽ തീർന്നു കണ്ടിട്ട് വറുത്ത ഉലുവ ഇത്രയിട്ടൊന്ന് ചതച്ചെടുക്കുക. എൻ്റെ ചൂടയാണ്, ചെറിയ ചൂട. ഇതിനൊക്കെ ഇവിടെ നെയ്ച്ചൂടയെന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഞാൻ വൃത്തിയാക്കി കൊണ്ടുവരട്ടെ. ക്ലീൻ ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തു. ഇത് പുളിയില്ലാത്ത മാങ്ങയായതുകൊണ്ട് ഒരു മാങ്ങ അങ്ങ് ഇട്ട് കൊടുത്ത്. പിന്നെ 2-3 പച്ചമുളകും, പിന്നെ നേരത്തെ നമ്മൾ ചതച്ച ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത്രയും മതി. ഇനി ഒന്ന് മിക്സ് ചെയ്ത് അത് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അതിനുവേണ്ടി വേവൊന്നുമില്ല. ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഇതാവും. ചെറിയ തോരൻ പോലെ ആക്കിയെടുക്കും. അരപ്പ് പുരട്ടി വെച്ചേക്കുന്ന കൊഞ്ച് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടില്ല. അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ച്, കുറച്ച് ചെറിയ കൊഞ്ചും ഉണ്ടായിരുന്നു. കായലിൽ ആണ്ട് വലിയ വേവും ഇല്ല. പൊതുവേ കൊഞ്ചിന് വലിയ വേവില്ല. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ആകും. ഇങ്ങനെ ചവയ്ക്കാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് മുരിങ്ങയില ഉണ്ട്, അതെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മുരിങ്ങയിലയും ഉള്ളിയും കൂടെ ചേർത്തൊരു തോരൻ വയ്ക്കാം. ചട്ടി ഇവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് വെച്ച് മുരിങ്ങയില ഉപയോഗിക്കാതിരുന്നതായിരുന്നു. ഇല ഒരുമാതിരി കട്ടി പോലായിരുന്നു. ഒരുമാതിരി വേവാനൊക്കെ പാടായിരുന്നു. അതുകൊണ്ട് പിന്നെ പിച്ചത്തില്ലായിരുന്നു. ഇപ്പോൾ മഴ പെയ്തപ്പോൾ നല്ല തളിരില വന്നു. അങ്ങനെ പിച്ചി എടുക്കുക. ഇനി അടുത്ത മാസം ഈ മുരിങ്ങയില ഉപയോഗിക്കാൻ കൊള്ളത്തില്ല. കർക്കിടക മാസത്തിൽ ബാക്കി എല്ലാ ഇലകളും ഉപയോഗിക്കാം. മുരിങ്ങയില മാത്രം ഉപയോഗിക്കത്തില്ല. നല്ല വിഷാംശം ഉണ്ടെന്ന് പറയുന്നതൊക്കെ. കൊഞ്ചൊരു സൈഡ് മൂത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പിലേക്ക് എനിക്കിപ്പോൾ ക്ഷാമമില്ല. ഇവിടെ നിന്ന് പിച്ചാറായിട്ടുണ്ട്. അത് കുറച്ച് നല്ല പച്ച കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് കഴിയുമ്പോൾ ഇത് കുറച്ചേ കാണാൻ തോന്നും. പിന്നെ അരപ്പിട്ട് കൊടുക്കുക. അരപ്പിന് മഞ്ഞളും ജീരകവും മുളക് പൊടിയും വെളുത്തുള്ളിയും ഇത്രയുള്ളതൊന്ന് ചതച്ചെടുക്കുക. അരപ്പൊന്ന് ചെറുതായിട്ടൊന്ന് വേകുമ്പോഴത്തേന് മിക്സ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ കൂട്ടുകാരെ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അയയ്ക്കുക.